നമസ്കാരം, ഞാൻ റേക്കി മാസ്റ്റർ രാജേഷ് ഷാജൻ, ബ്രഹ്മലൈഫ് ആയുർവേദ ക്ലിനിക് ആൻഡ് വെൽനസ് സെന്റർ ചാലക്കുടി ഡയറക്ടറാണ്. നമുക്ക് ഒരാളെ അവരുടെ ദേഹത്തെ തൊടാതെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും, എനിക്ക് സാധിക്കും. റേക്കി ഡിസ്റ്റന്റ് ഹീലിങ്ങിലൂടെ സാധിക്കും. അതിനുവേണ്ടി രോഗി നമ്മുടെ അടുത്ത് വേണമെന്നില്ല. അവർ ലോകത്ത് ഏത് മൂലയ്ക്ക് ഇരുന്നാലും നമുക്ക് ഇവിടെ ഇരുന്നാൽ നമുക്ക് അവരെ ചികിത്സിക്കാൻ സാധിക്കും. ഇന്ന് ക്ലിനിക്കിൽ നടക്കുന്ന ഒരു ഡിസ്റ്റന്റ് ഹീലിങ്ങിന്റെ ഒരു ഡെമോയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ അതിന്റെ അറ്റം വരെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ കിട്ടും. നമ്മൾ ഇന്നലെ ചെയ്ത പോലെ മേത്ത് തൊട്ടാണ്ട് ഡിസ്റ്റന്റ് ഹീലിംഗ് എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ റേക്കി അയക്കും. റേക്കി മീൻസ് നമ്മുടെ പ്രാണശക്തിയാണ്, അത് എനർജി ഹീലിംഗ് എന്ന് പറയും. അപ്പോ അത് നമുക്കറിയാനായിട്ട് കൂടുതൽ എനർജിക്ക് അറിയാം നമ്മുടെ ഇവിടെ കുഴപ്പം. അപ്പൊ നമ്മൾ അറിഞ്ഞും അറിയാണ്ടും കിടക്കുന്ന രോഗങ്ങളൊക്കെ നിങ്ങൾ ഹീലായി പോകും. ഇംഗ്ലീഷിൽ കിടക്കുമ്പോൾ നമുക്ക് ചിലപ്പോ ആദ്യം തലയിലായിരിക്കും കയറണേ, അവിടെ നിന്ന് കുറച്ചേരം ഹീലായിട്ട് അത് ചിലപ്പോൾ കാലിലേക്കോ നമ്മുടെ എവിടേക്കോ പ്രശ്നമുള്ള അവിടേക്കൊക്കെ ഈ ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് അവിടേക്ക് എത്തും. അപ്പൊ നമ്മൾ അവിടേക്ക് ഹീലായി നമ്മൾ തന്നെ ഉഷാറാവും അല്ലേ. ഇന്നലെ ചെയ്തപ്പോൾ നമുക്കൊരു ഇച്ചിരി മാറ്റങ്ങൾ തോന്നില്ലേ? അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കിടന്നോ. ശരീരം നിരീക്ഷിച്ച് നോക്കിക്കോ. നമുക്ക് അത് കിട്ടി തുടങ്ങിയിട്ടുണ്ടോ? അത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു കൈനോടൊക്കെ ചെറിയ ചൂടുമാരൊക്കെ ഫീൽ കയറുന്നുണ്ടല്ലേ? ഇവിടെ ഈ ഒരു ചാനലിൽ ഫീൽ ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തോട്ടത് പാസ് ചെയ്യും. അത് നമ്മൾക്ക് അറിയാനായിട്ട് കൂടുതൽ പ്രാണശക്തിക്ക് അറിയാം നമ്മുടെ പ്രശ്നങ്ങൾ എവിടെയാണ്. അതങ്ങനെയാണ് ഹീലിംഗ് നടന്നുള്ളൂ. അത് നമുക്ക് അങ്ങനെ തൊട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ബോധത്തോടായിട്ടുള്ള ചെയ്യുന്നത് അവിടേക്ക് വരുന്നുണ്ടല്ലേ. അതവിടെ ഇങ്ങനെ അത് ആസ്വദിച്ച് കിടന്നു. അതവിടെ ഹീലായിട്ട് അവിടെ എന്തെങ്കിലും നമ്മളറിയാണ്ട് ചെറിയ ചെറിയ എനർജി കുറവുണ്ടാവും. അവിടേക്ക് എനർജി കയറുന്നതാണ്. എനർജിക്ക് ഉദ്ദേശിക്കുന്നത് പ്രാണശക്തി തന്നെ. ഈ പ്രാണശക്തിയാണ് നമ്മളിൽ എപ്പോഴും ഒഴുകണേ. പ്രാണശക്തിയുടെ എവിടെ അഭാവം ഉണ്ടാവണേ അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അവിടേക്ക് പ്രാണശക്തി എത്തുമ്പോൾ നാച്ചുറലായിട്ട് ഒരു ഹീലിംഗ് നടക്കണം. സിമ്പിൾ കാര്യമാണ്. നമുക്ക് ഇങ്ങനത്തെ ഹീലിംഗ് നമുക്ക് ഒരാളല്ല വേണമെങ്കിൽ നമുക്കൊരു ഹാളില് എത്ര നൂറുകണക്കിന് ആൾക്കാർ ഇരുന്നാൽ പോലും നമുക്ക് ഇങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും കിട്ടിക്കോളും. പതുക്കെ പതുക്കെ അങ്ങനത്തെ ഒരു സംവിധാനം സ്റ്റാർട്ട് ചെയ്യണം. ശരിക്കും അറിയുന്നില്ലേ? തലയിലേക്ക് വരുന്നുണ്ടല്ലേ. നമ്മളൊന്ന് ആ ഗോൾഡ് ചാനൽ ആക്ടിവേറ്റ് ചെയ്തല്ലോ. അപ്പൊ ഇതിലാണ് എന്റെ പ്രശ്നം. അപ്പൊ ഈ ഒരു ചാനൽ ഒഴുകി ഇവിടെ വരെ ഉണ്ട്. അപ്പൊ അവിടെ ഒരു ഹീലിംഗ് നടക്കുന്നതാണ്. അപ്പൊ ഈ കഴുത്ത് വേനയ്ക്ക് ഗുണം കിട്ടും, ഈ ഇവിടെ ഉള്ള വേനയ്ക്ക് ഗുണം കിട്ടും, മുട്ടിന് ഗുണം കിട്ടും. ഈ അവയവങ്ങളൊക്കെ ഈ ജോയിന്റ്സ് ഒക്കെ ഈ എനർജി ചാനലിൽ പോണതിന്റെ നടുക്കായി പോയി. ശരിക്കും മുട്ടിനല്ല മെയിൻ ഇഷ്യൂ, അതിന്റെ തണ്ടലിനല്ല, കഴുത്തിനല്ല. അപ്പൊ അതിന്റെ ഇടയിൽ ജോയിന്റ്സ് ആയതുകൊണ്ടാണ് ആ ജോയിന്റ്സിൽ വരാൻ. സ്ട്രക്ചറിൽ മാറ്റുണ്ടെങ്കിൽ നമ്മൾ എനർജി ഹീലിംഗ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആ ബോൺ അലൈൻമെന്റ് തന്നെ ചെയ്ത്, അതാണ് നമ്മൾ ഫസ്റ്റ് ബോൺ അലൈൻമെന്റ് ചെയ്ത്. അത് കഴിഞ്ഞ് നമ്മൾ പ്രശ്നമുള്ളിടത്തൊക്കെ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ, എനർജിക്ക് ഒഴുകാനുള്ള സ്ഥലം ക്ലിയർ ആയിട്ട് കൊടുക്കും. ഇപ്പൊ ഇനി എനർജി നോക്കിക്കോളും, നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. ആസ്വദിച്ച് കിടന്നോ. ഒരു വരലത്ര അവസ്ഥയില്ലേ? അത് എനർജി കയറുമ്പോൾ ഒരു അവസ്ഥയാണ്. ഫുൾ ശരീരത്തിൽ നമുക്ക് എനർജി ഇല്ലെങ്കിൽ നമുക്കൊരു രോഗം ഉണ്ടാവില്ല. നമുക്കൊരു 12 വഴി കൂടെ എനർജി പോകുന്നുണ്ട് ഒരേ അവയവങ്ങളിലേക്ക്. പല കാരണം കൊണ്ട് തട്ടുമുട്ടലിട്ട് പല കാരണം കൊണ്ട് അവിടെ ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്ക് മാറ്റി ഈ എനർജി അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തിയാണ്. ഇതിലിപ്പോ നമുക്ക് ഇന്നത്തെ നമ്മൾ 4ാം ദിവസം ഇങ്ങനെയെങ്കിലും നമുക്ക് ഒരുവിധം നല്ല മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നില്ലേ? 2 മിനിറ്റിൽ അവസാനിപ്പിക്കട്ടെ. 2 മിനിറ്റിൽ പരമാവധി എനർജി ശരീരത്തിലേക്ക് ലഭിക്കട്ടെ. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, ഞാൻ പൂർണ്ണ ബലവാനാണ്. അങ്ങനത്തെ മനസ്സിൽ നിർദ്ദേശങ്ങൾ കൊടുത്ത് രോഗം, ദുഃഖം അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കരുത്. അതിന്റെ ഓപ്പോസിറ്റ് ഉപയോഗിക്കണം. പോസിറ്റീവ്. സന്തോഷം. ഞാൻ പൂർണ്ണ സന്തോഷവാനാണ്, ഞാൻ ആരോഗ്യവാനാണ്. നമ്മുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ്. നമ്മുടെ ബ്രെയിനിൽ രോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. രോഗം മാറ്റണേന്ന് പറയുന്നത് ബ്രെയിൻ കേൾക്കില്ല. അപ്പൊ രോഗം എന്ന് കേൾക്കും, അപ്പൊ രോഗം തന്നെ ഇട്ടു. അപ്പൊ നമ്മൾ നിത്യരോഗിയായി മാറും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ആരോഗ്യം അതൊരു പ്രശ്നമാണ്. നമ്മുടെ ബ്രെയിൻ നമ്മളെ ചതിക്കും. നമ്മുടെ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചിരിക്കും. എന്റെ കടം പേടി എന്നൊക്കെ പറഞ്ഞാൽ കടം എന്നുള്ള വാക്ക് മാത്രമാണ് എടുക്കുള്ളൂ.
ശരി കാര്യം നമ്മൾ പറയുന്നത് പോസിറ്റീവാണ്, പക്ഷെ ബ്രെയിൻ എടുക്കുന്നത് അതിനെ നെഗറ്റീവായിട്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് അടുത്ത 1 മിനിറ്റിൽ അവസാനിപ്പിക്കാം.